തീരുമാനം. സഭാ പദവി ആവശ്യപ്പെട്ട പെന്തക്കോസ്ത് വിഭാഗം മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3-അംഗ കമ്മീഷനെയും നിയമിച്ചു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ ദേവസ്യയും ഒപ്പമുണ്ട്. റോഷിപാലിലേക്ക് ആദ്യം. റോഷിപാൽ, ഈ ആവശ്യത്തിന് സർക്കാർ ഒപ്പം നിൽക്കുകയാണ്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സമയത്താണ് ഈ തീരുമാനത്തിന്റെ ഒരു എഫക്ട് എന്തായിരിക്കും? അത് ഏറ്റവും പ്രധാന നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കാരണം പെന്തക്കോസ്ത് സമൂഹം ഏറെക്കാലമായി അവർക്ക് സഭാ പദവി വേണമെന്ന ആവശ്യമുണ്ട്. കാരണം അവർക്ക് പലതരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഈ പെന്തക്കോസ്ത് സമൂഹത്തിന് ലഭിക്കാത്തതിന് കാരണം ഈ സഭാ പദവി ഇല്ലാത്തതാണ്. സർക്കാർ ഒരു സഭയായി പെന്തക്കോസ്ത് സമൂഹത്തെ അംഗീകരിക്കണമെന്ന ആവശ്യമാണ്. വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് പെന്തക്കോസ്ത് സമൂഹം അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പലവട്ടം സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രധാന തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്നു. പെന്തക്കോസ്ത് വിഭാഗത്തെ അത് പെന്തക്കോസ്ത് സഭയായി തന്നെ അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് വിഭാഗത്തിലെ വിവിധ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏറെ നേരം ചർച്ചകൾ നടന്നു. വലിയ നിവേദനം കൊടുത്തിരുന്നു. പല ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു പെന്തക്കോസ്ത് വിഭാഗത്തെ